അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ മുൻ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന അമൽ ബാബുവിന്റെ അനുസ്മരണവും സ്മൃതി മണ്ഡപ അനാച്ഛാദനവും നടത്തി. സ്മൃതി മണ്ഡപത്തിന്റെ അനാച്ഛാദനം KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. അന്തരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ നഗരസഭ മുൻ കൗൺസിലറുമായ അമൽ ബാബുവിന്റെ അനുസ്മരണാർത്ഥം പണിതീർത്ത സ്മൃതി മണ്ഡപത്തിന്റെ അനാച്ഛാദനവും അനുസ്മരണ സമ്മേളനവും നടത്തി. അമൽ ബാബു മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കുര്യൻമലയിലാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. സ്മൃതി മണ്ഡപത്തിന്റെ അനാച്ഛാദനം KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. ആയിരം റോസാപ്പൂവായി ഈ മണ്ണിൽ വിരിയൂട്ടോ ഇല്ല മരിക്കുന്നില്ല അമൽ ബാബു മരിക്കുന്നില്ല ജീവിക്കുന്നു നമ്മളിലൂടെ കണ്ണേകരളെ അമൽ ബാബു ഇല്ല മരിക്കുന്നില്ല തുടർന്ന് ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ മാസം സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഉള്ള ദിവസം KPCയിൽ വന്നിട്ട് ഇങ്ങനെ റൂമിൽ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പം പലതരത്തിൽ ആളുകൾ ഫോട്ടോ എടുക്കാറുണ്ട്. തോളിൽ കേട്ടിട്ട് അപ്പം ഒരു കൈ നെഞ്ഞിൽ വെച്ചിട്ടും മറ്റേ കൈ തോളിൽ വെച്ചിട്ടും അങ്ങനെ ചിരിച്ച് പ്രിയപ്പെട്ട MLA പറഞ്ഞ പോലെ വളരെ പ്ലസൻ്റായി ഒരു പോസിറ്റീവ് വൈബ് എനർജി നമുക്ക് എല്ലാവർക്കും പകർന്നു തന്നിരുന്നൊരു ചെറുപ്പക്കാരനാണ്. വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത്. എത്രയാകെ വയസ്സ്? 34 വയസ്സ് എന്ന് പറയാം. 34 വയസ്സ് എന്താ? 34 വയസ്സുള്ള ഒരാൾ മരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഗമത്തിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അത് അനുസ്മരിക്കേണ്ടി വരുന്ന ആരെങ്കിലും ചിന്തിക്കുമോ? ആരെങ്കിലും ഒരു വിദൂര സ്വപ്നത്തിൽ പോലും അങ്ങനെ അപ്പം അങ്ങനെ ഒരു രോഗിയായിട്ടുള്ള ആളോ അതല്ലെങ്കിൽ അങ്ങനെ കിടപ്പിലായിട്ടുള്ള ഒരാളോ അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് അമൽ പോയി അല്ലെങ്കിൽ അമൽ മരിച്ചു പോയി എന്നുള്ളത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളായിരിക്കും ഇവിടെ മുമ്പിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ആളുകൾ. യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത് അമലിൻ്റെ പേരിൽ എല്ലാ വർഷവും ഒരു മികച്ച യുവ പൊതുപ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം, ഒരു അവാർഡ്, ഒരു എൻകറേജ്മെൻറ്റ് ഈ വേദിയിൽ വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് നൽകും എന്നുള്ള തീരുമാനം ഇവിടെ അറിയിച്ചത്, അനൗൺസ് ചെയ്തത് ഉചിതമായിട്ട് തോന്നുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികൾ നമ്മുടെ ഓർമ്മകളെയും ബാധിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്താൻ, ഇടയ്ക്കൊന്ന് ചിന്തിക്കാൻ നമ്മുടെ ഇടയിലുണ്ടായിരുന്നൊരു കുട്ടിയല്ലേ. ഇപ്പോൾ ബഹുമാന്യനായ ഡീൻ കുര്യാക്കോസ് MP അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനത്തിൻ്റെ വേദിയായതുകൊണ്ട് മുഴുവൻ പറയാൻ കഴിയാതെ പോയ ചില വാക്കുകൾ, അദ്ദേഹം പൂർത്തീകരിക്കാതെ പോയ ചില വാക്കുകളൊക്കെ അമലിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചായിരിക്കും. അമൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 10 വർഷമാണ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. പക്ഷെ ആ കുടുംബം ആലോചിക്കുക ഇനി വരാനുള്ള വർഷങ്ങളെ സംബന്ധിച്ചാണ്. അവർ ഇനി എന്തെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴാണ് എൻ്റെ ആൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ കുട്ടി, എൻ്റെ പെൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ ആൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരമ്മയുടെ ചിന്തയ്ക്ക് അവരുടെ ജീവിതാവസാനം വരെ അതിനൊരു ഇതില്ല എന്നുള്ളതാണ്. അതിനൊരു സമാധാനം ഇല്ലല്ലോ. പിന്നെ ഇനി എന്തെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങളും സൗകര്യങ്ങളും അറിവയും ഓർമ്മയൊക്കെ ഉണ്ടായാലും പൂർണ്ണമായൊരു സമാധാനത്തിലേക്ക് പിന്നെ അവർക്ക് നടന്നെടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഓർമ്മ ലൈഫിൻ്റെ ഓരോ ഇൻസിഡൻറ്റിലും അപ്പം അവർ കൂടെ. നമ്മൾ അമലിനെ ഓർക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അമലിനെ ഓർക്കുന്നത് അമൽ മുദ്രാവാക്യം വിളിച്ചതാണ്, കൊടി കെട്ടിയതാണ്, ജാഥ നടത്തിയതാണ്, സമരത്തിൽ പങ്കെടുത്തതാണ്, ഫോട്ടോ എടുത്തതാണ്, സമ്മേളനം നടത്തിയതാണ്, രക്തം ദാനം ചെയ്തതാണ്, ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് സംഘടിച്ചതാണ്, സംഘാടകനായതാണ്, പൊതുപ്രവർത്തകനായതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മ. കുടുംബം ഓർക്കുന്നത് ഇനി അവരുടെ ജീവിതത്തിലെ ഓരോ നിർണായകമായ ഒക്കേഷൻസിലും ആ കുടുംബത്തിൻ്റെ താങ്ങാവേണ്ടിയിരുന്നവൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ എന്നുള്ള ഒരു ഖേദം, റിഗ്രറ്റും ചിന്തയും അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുവരികയും. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി.
കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അമൽ ബാബുവിന്റെ നിര്യാണം നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ പാർട്ടിയുടെ സമരങ്ങളിലും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലടക്കം നിറസാന്നിധ്യമായിരുന്നു അമൽ ബാബുവെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ നേതാക്കൾ പറഞ്ഞു. ഇത്രത്തോളം വ്യക്തിബന്ധങ്ങളുള്ള, ഇത്രത്തോളം സംഘടനയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള, പൊതുരംഗത്ത് ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അമൽ ബാബു എന്ന് പറയുന്ന മൂവാറ്റുപുഴയുടെ ഇതുവരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ സംഘടനാ രംഗത്തുമുള്ള ആളുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയിലോ BJP-യിലോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അമലൊരു വികാരം തന്നെയായിരുന്നു. MLA എന്ന നിലയിൽ കഴിഞ്ഞ 5-5.5 വർഷക്കാലം അമലന്ന് കൗൺസിലർ കൂടിയായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേരുടെ കാര്യങ്ങളുമായിട്ട് അമൽ വന്നിട്ടുണ്ട്. എല്ലാം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയൊക്കെ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ള അത് കൊണ്ടുവരുന്ന കാര്യങ്ങളിലുള്ള ഒരു സിൻസിയറിറ്റി ഉണ്ട്. നമുക്കത് വരുമ്പോൾ അറിയാം, സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. അതെങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം, എങ്ങനെയെങ്കിലും അവരുടെ കാര്യം നടക്കണം. അതിനുവേണ്ടി അമലിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനവും സ്റ്റേച്ചറും ഒക്കെ ഉപയോഗപ്പെടുത്തി പലവട്ടം പലയാവർത്തി ഒരേ കാര്യത്തിന് വേണ്ടി ഞങ്ങളെയൊക്കെ വന്ന് നിർബന്ധിക്കുകയും ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യിച്ച അമൽ. എന്നാൽ അമലിൻ്റേതായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള പക്ഷേ മനുഷ്യ സഹജമായിട്ട് മറ്റു പല സാഹചര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിനു വേണ്ടി അദ്ദേഹം ആ നിലയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമൽ ബാബുവിന്റെ പേരിൽ എല്ലാ വർഷവും ഏറ്റവും മികച്ച യുവ പൊതുപ്രവർത്തകനുള്ള ഉപഹാരം നൽകുവാൻ തീരുമാനിക്കുകയും അതിന്റെ ലോഗോ ഷാഫി പറമ്പിൽ MP, ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. വീക്ഷണം ചെയർമാൻ ജെയ്സൺ ജോസഫ്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ്, KPCC സെക്രട്ടറി KM സലീം, DCC ജില്ലാ വൈസ് പ്രസിഡന്റ് KM പരീദ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബു ജോൺ, സുഭാഷ് കടക്കോട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ്, മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, PP എൽദോസ്, ഉല്ലാസ് തോമസ്, ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ, സ്മൃതി മണ്ഡപ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനും മുഖ്യ സംഘാടകനുമായ സമീർ കോണിക്കൽ, ജിൻഡോ ടോമി, ലിൻഡോ P ആൻഡോ, എൽദോ ബാബു വട്ടക്കാവൻ, മുഹമ്മദ് റഫീഖ്, എബി പൊങ്ങണത്തിൽ, സഹീർ മേനാമറ്റത്തിൽ, റംഷാദ് റാഫിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.